ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈദ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഒരു മടി കാരണം എടുത്തച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. സോ ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ തലേ ദിവസം മൈലാഞ്ചി ഇടുന്ന പരിപാടിയിലാണ്. എല്ലാ പെരുന്നാൾക്കും എൻ്റെ കസിനാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് തരിക. എല്ലാവർക്കും വീട്ടിലിട്ട് തരും. രാത്രി ഉറക്കമുണ്ടാവില്ല, അത് പിന്നെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അന്ന് രാവിലെ എണീച്ചാൽ ഈ ഒരു മെഹന്തിയുടെ സ്റ്റെയിന് കാണുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതൊരു വേറെ തന്നെയാണ്. പിന്നെ നമ്മൾ കുളിച്ച് പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ച് ഞാനും ഉമ്മയൊക്കെ കൂടിയിട്ട് നമ്മൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തറവാട്ടിലുള്ളവരൊക്കെ ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള പോലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നാണ് കഴിക്കുക. എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാവട്ടാ കഴിക്കൽ. ഒരുപാട് പേര് വ്ളോഗ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് രാവിലത്തെ ഫുഡ് അത്ര വലിയ പ്രാധാന്യം ഉണ്ടാവില്ല, ഉച്ചയ്ക്കായിരിക്കും മെയിനായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാവുക. ബട്ട് ഞങ്ങളെപ്പോഴും ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യാറ്. പള്ളി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലോട്ട് ഓടി വരും. പിന്നെ മമ്മിമാരും മൂത്തമ്മയും എല്ലാവരും എത്തിയിട്ട് നമ്മളെല്ലാവരും കൂടി കഴിക്കും. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് പുതിയ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പെരുന്നാളാണ് നമ്മുടെ. ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തോ ഒരു ഇതിൽ ക്യാമറയ്ക്ക് നോക്കി കിടക്കുകയാണ് കേട്ടോ. കുറേ നോക്കിയിട്ടും ചിരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ എന്തൊക്കെ കാട്ടിയപ്പോൾ ആളൊന്ന് ചിരിച്ചിട്ടുണ്ട്. ഇപ്പം മെയിൻ ഹോബി ബേബിനെ കണ്ടാൽ ഫുള്ളെടുത്ത് നടക്കലാണ്. പിന്നെ എല്ലാവരും തറവാട്ടിലേക്ക് പോയി. ആൻഡ് ഓൾസോ ഞാനും ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും ഇങ്ങനെ ഒരു ഇതാണ്. രാവിലെ എല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. എല്ലാതും അവിടെ കഴിയും രാവിലത്തെ. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ എപ്പോഴും തറവാട്ടിലായിരിക്കും. ആ ഒരു രീതിക്കാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാ പെരുന്നാളും ഇങ്ങനെ പോയിട്ടുള്ളത് ഇതുവരെ. പിന്നെ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് ഞാനും ഉമ്മയും പിന്നെ എൻ്റെ കസിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി തറവാട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് കാണുന്നത് ബാബു നല്ല അടിപൊളി പായസം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ എത്തിയാൽ ബേബിനെ കയ്യിലെടുക്കുക, വെറുതെ അതിനങ്ങനെ ഓരോന്ന് കാര്യം. വേറൊരു കാര്യം, ഞാനെന്തായാലും എടുത്ത ഡ്രസ്സ് ബേബിയുടെ ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈദെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ. എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ തറവാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് പേര് കൂടിയിട്ട് നമ്മൾ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് തക്ബീർ ചൊല്ലലും പിന്നെ എന്താണെങ്കിലും ഒരുപാട് ആൾക്കാരാകുമ്പോൾ അതൊരു വേറെ രസം തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു വൈബൊന്നും കിട്ടുന്നില്ല. എന്നാലും നമ്മൾ ഹാപ്പിയാണ് എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ പെരുന്നാൾക്ക് പ്ലേറ്റിന് പകരം ഇലയിലാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. നമ്മളൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഉമ്മുമ്മക്ക് അവിടെ സ്പെഷ്യലായിട്ട് മോരുകറി, ഉപ്പേരി, മീൻ പൊരിച്ചത്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഉമ്മമ്മ ചിക്കൻ, ബീഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിയാറായ ടൈമിൽ തന്നെ പായസമൊക്കെ എടുത്തിട്ട് ഇവിടെ ഒരാളെത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആൾ പപ്പടമൊക്കെ കൂട്ടി പായസം കഴിക്കാനുള്ള. അപ്പോൾ എനിക്കൊരു പൂതി അങ്ങനെ കഴിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പായസമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പായസം കുടിച്ചത്. അങ്ങനെ പായസമൊക്കെ അടിപൊളി പായസമായിരുന്നു കേട്ടോ. ബാബുവിൻ്റെ സ്പെഷ്യൽ പായസമായിരുന്നു. പിന്നെ ബിരിയാണിയും എല്ലാതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആളിനെ ഞാനിവിടെ മേത്തേക്ക് എടുത്ത് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എടുത്ത് നടന്നാൽ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ പിന്നെ നമ്മൾ വൈകിട്ട് ആണ് ഉമ്മയുടെ വീട്ടിൽ പോയത്. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അപ്പുറത്ത് മാമന്മാരെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലേക്കൊക്കെ പോയി. പിന്നെ അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടും അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഒരുപാട് സംസാരിച്ച് അങ്ങനെ ഇരുന്നു എല്ലാവരും കൂടിയിട്ട്. ആൻഡ് ഇതായിരുന്നു കേട്ടോ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഇപ്രാവശ്യത്തെ ഈദിൻ്റെ. രാത്രി ആയപ്പോൾ എല്ലാവരും അങ്ങനെ കൂടിയപ്പോൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് പെടക്കൊക്കെ മേടിച്ച് വന്നു. പിന്നെ ഫുൾ അതുമ്മലായി കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ അധികം ഇതൊന്നും കണ്ടിട്ടില്ല. ലൈക്ക് ഒരുപാടൊന്നും ജസ്റ്റ് ഇങ്ങനെ പൂത്തിരി കത്തിച്ചിട്ടുള്ള ഒരു ഇതന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഭയങ്കര ഹാപ്പി, ഭയങ്കര ഇഷ്ടമായൊരു സംഭവമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഒരു ഈദ് ഡേ. എന്തായാലും മാഷാ അല്ലാ അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞു. ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ തന്നെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ.